യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരാശയമായിട്ട് തോന്നാം. എന്താണ് അതൊരു നല്ലൊരു ഇൻഫർമേഷൻ. എന്താണ് ഈ ദൈവം എൻ്റെ രാജാവാണ്? എന്താണ് ദൈവം രാജാവാണ് എന്ന് പറഞ്ഞാൽ ആ സംജ്ഞയുടെ ആ അപദാനത്തിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ. ദൈവമാണ് എന്നെ ഭരിക്കുന്നത്, ദൈവമാണ് എന്നെ ഭരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമുക്ക് തരാൻ പോകുന്ന സ്വാതന്ത്ര്യം എന്താണ്? അത് നമുക്ക് തരാൻ പോകുന്ന അഭിഷേകം എന്താണ്? എനിക്ക് എൻ്റെ ഉള്ളിൽ അതറിയാം. എന്താണ്? ദൈവം എൻ്റെ രാജാവാണ്. ഡാനിയേലച്ചന് ഒരു സംശയമില്ല, ഡാനിയേലച്ചനെ ഭരിക്കുന്നത് യേശുവാണ്. ഐ ആം അണ്ടർ ഹിസ് റൂൾ, ഐ ആം അണ്ടർ ഹിസ് കിങ്ഷിപ്പ് ആൻഡ് ഐ ഒബേ ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈറ്റ്യസ്നെസ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കീഴിലാണ്. അവിടുത്തെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് എൻ്റെ പിതാവ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട്, ഞാൻ അനുഭവിക്കുന്നൊരു സമ്പത്തുണ്ട്, ഞാൻ അനുഭവിക്കുന്നൊരു ആനുകൂല്യമുണ്ട്, എനിക്കൊരു പ്രിവിലേജ് ഉണ്ട്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വലിയ സമാധാനമുണ്ട്. കുലുങ്ങാതിരിക്കാൻ ദൈവം തരുന്നൊരു ശക്തിയുണ്ട്. അത് ദൈവം എൻ്റെ രാജാവാണ് എന്ന തിരിച്ചറിവെന്ന് കിട്ടിയതാണ്. ദൈവം എൻ്റെ രാജാവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും പറ്റില്ല. ദൈവം നിങ്ങളുടെ രാജാവാണെന്ന് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. കാരണം നിങ്ങളെ ഭരിക്കുന്നത് രാജാധിരാജാവും കർത്താധി കർത്താവും നാഥന്മാരുടെ നാഥനും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ യേശുവാണ് നിങ്ങളുടെ രാജാവ്. ആ രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് നമ്മൾ.